നട്ടപ്പാതിരയ്ക്ക് ബിരിയാണി കഴിക്കാൻ പോയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അത്രയും നേരം വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്ന വൈഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക കുറേ നേരം വീട്ടിൽ വെറുതെ ഇരുന്നതിൻ്റേതായിട്ടുള്ള മെൻ്റൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരാകെ അതൊക്കെ നമ്മുടെ അടുത്ത് പ്രയോഗിക്കും. നമ്മളാണെങ്കിൽ വർക്ക് കഴിഞ്ഞതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവരുടെ അടുത്തും പ്രയോഗിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇടയ്ക്കൊരു നൈറ്റ് റൈഡ് കൊണ്ടുപോവുകയാണെങ്കിൽ ചെറിയ ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് വന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു വ്ളോഗാണ് ഈ വ്ളോഗ്. അപ്പോൾ നമ്മളിതുപോലെ നൈറ്റ് എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ മണ്ണാർക്കാട് ഒരു ബിരിയാണി ഷോപ്പിലോട്ടോ പോയത്. ചെന്നൈ ബിരിയാണി എന്നാണ് പേര്. അവർ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ചെന്നൈയിലുള്ളൊരു ബിരിയാണി ടൈപ്പാണ്, നമ്മുടെ നാടൻ ബിരിയാണി അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു ഞാനും അഞ്ചും ഇതുപോലെ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. ഇതിൽ മണി അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബിരിയാണി ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വന്ന് കുട്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി ആയിട്ടാണ് ഈ ഹോട്ടൽ നടത്തുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ കൊണ്ടുപോയി. അങ്ങനെ കുറേ നേരം അവർ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചിട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ അഞ്ചിൻ്റെ അടുത്ത് കൊടുത്ത സമയത്തിന് നമുക്ക് ഒരു എന്താ പറയുക സർവ്വത്തിലൊരു എന്തോ ഒരു കസ്കസ് പോലെ വേറെ എന്തോ ഒരു സംഭവം ഇട്ടിട്ട് നല്ലതാണ് ദഹനത്തിന് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടിയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മണ്ണാർക്കാടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെന്നൈ ബിരിയാണിയിൽ പോയിട്ട് നൈറ്റ് ആയാലും ഡേ ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടേസ്റ്റ് അടിപൊളിയായിട്ട് തോന്നി. അഞ്ച് രണ്ടാമത് വീണ്ടും എടുത്ത് കുടിക്കുന്നുണ്ടല്ലേ, അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീട്ടിൽ കാണുന്നവരെ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്.